നമസ്കാരം. ലൂസിഫറിനെയും എമ്പുരാനെയും താരതമ്യപ്പെടുത്താനാവില്ല. രണ്ടാം ഭാഗം തികച്ചും വ്യത്യസ്തം. മലയാളികൾ ഒന്നടങ്കം ആവശ്യത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. സ്റ്റീഫൻ നെടുമ്പള്ളിയായി ലാലേട്ടൻ തകർത്താടിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായുള്ള എമ്പുരാന് വേണ്ടി പ്രേക്ഷകർ ആകാംക്ഷയോടെ ഇപ്പോൾ തന്നെ കാത്തിരിക്കുകയാണ്. ചിത്രീകരണമൊക്കെ പൂർത്തിയായ ചിത്രത്തിന്റെ എഡിറ്റിംഗ് വർക്കുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ലൂസിഫറുമായി എമ്പുരാനെ താരതമ്യപ്പെടുത്താനാവില്ലെന്ന് ലാലേട്ടൻ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് ലാലേട്ടൻ ഈ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ആക്ഷൻ, ഡ്രാമ തുടങ്ങിയ ഒരു കൊമേഴ്ഷ്യൽ ചിത്രത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഘടകങ്ങൾ ഒക്കെ ചേർന്നാണ് എമ്പുരാൻ എന്ന വലിയ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ പ്രധാന കാര്യം ലൂസിഫറുമായി എമ്പുരാനെ താരതമ്യപ്പെടുത്താനാവില്ല എന്നതാണ്. ആദ്യ ഭാഗത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായാണ് രണ്ടാം ഭാഗം ചെയ്തിരിക്കുന്നത്. അത് ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്, ലാലേട്ടൻ പറഞ്ഞു. അതേസമയം 2025 മാർച്ച് 27 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എമ്പുരാൻ എത്തുന്നത്. എമ്പുരാൻ ലൂസിഫറിന്റെ പ്രീക്വലും സീക്വലുമാണെന്ന് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന അബ്രഹാം ഖുറേഷിയുടെ പഴയ ജീവിതവും പുതിയ ജീവിതവും എമ്പുരാനിലൂടെ സിനിമാ പ്രേക്ഷകരുടെ മുമ്പിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളായ മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, സാനിയ അയ്യപ്പൻ, സായി കുമാർ, ഇന്ദ്രജിത് സുകുമാരൻ, ബൈജു എന്നിവർക്കൊപ്പം സുരാജ് വെഞ്ഞാറമൂട്, ഷൈൻ ടോം ചാക്കോ, ഷർഫുദ്ദീൻ, അർജുൻ ദാസ് എന്നിങ്ങനെ പുതിയ താരങ്ങളും ചിത്രത്തിലുണ്ട്. ലൈക്ക പ്രൊഡക്ഷനും ആശീർവാദ് സിനിമാസും ചേർന്നാണ് എമ്പുരാൻ എന്ന വൻപൻ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ദീപക് ദേവാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. സുജിത് വാസുദേവൻ സിനിമോട്ടോഗ്രാഫി കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് അഖിലേഷ് മോഹനാണ്. അപ്പോൾ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് എമ്പുരാൻ എന്ന സിനിമയുടെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 5000 സബ്സ്ക്രൈബേഴ്സ് തികയുന്നതാണ്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.